അപ്പൊ നമുക്കൊരു ലോങ് ഡ്രൈവ് പോലാമാ? കാർ എടുത്തിട്ട് ഈ ഇട്ടാവട്ടത്ത് കറങ്ങി നടന്നതല്ലാതെ കുറച്ചു ദൂരം പോകാനുള്ള സമയവും സന്ദർഭവും ഇതുവരെ ഒത്തുകിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ആരാ ആ രണ്ടാമതൊരാൾ? പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ശിങ്കിടികളും കൂടെ തുനിഞ്ഞിറങ്ങി. ഇനി ഡ്രൈവ് പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം സ്പോട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചു വന്നതിൻ്റെ ക്ഷീണം അകറ്റാനായി ലാവിഷ് ഫുഡടിയാണ് അടുത്ത നമ്മുടെ പ്ലാൻ. സീ ഫുഡിന് ഒട്ടും കോംപ്രമൈസ് പറയാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എവിടാണെന്നറിയാവോ? വിഴിഞ്ഞം. ഹോട്ടൽ നെയിം ഫർസാൻ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കുമെങ്കിലും ആൻസി മോൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. ഈ മസാല പുരട്ടി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയണ്ടേ? നമുക്ക് ഗ്രില്ല് ചെയ്ത് തരാനാ. ഇനി നമുക്ക് മീൻ സെലക്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുന്ദരിയായ ഒരെണ്ണത്തിനെ ഞങ്ങളങ്ങ് സെലക്ട് ചെയ്തു. കഴിക്കാൻ മാത്രം അറിയുന്ന എന്നോട് ദയവ് ചെയ്താരും മീനിൻ്റെ പേര് ചോദിക്കരുത്. ഇനി ഇവിടെ കിട്ടുന്ന ബാക്കി ഐറ്റംസ് കൂടെ പരിചയപ്പെടുത്തി തരാം. അതെ, അപ്പം തന്നെ. നല്ല സോഫ്റ്റായ അപ്പം. നമ്മുടെ ചേട്ടൻ ചിരിച്ചോണ്ടുണ്ടാക്കുന്ന കണ്ടില്ലേ? കൂടാതെ കോയിൻ പൊറോട്ട, ചിരട്ടപ്പുട്ട് ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ കൊഞ്ച്, കണവ, മീൻമുട്ട, ചിപ്പി അങ്ങനെ വെറൈറ്റി ഡിഷസ് ഇവിടെ ഉണ്ട്. റോസ്റ്റായിട്ടും ഫ്രൈ ആയിട്ടും അങ്ങനെ. തലക്കറിയാണ് നമുക്ക് കറിയായിട്ട് തരുന്നത്. അതല്ലാതെ പലതരം മീൻ ഫ്രൈ ചെയ്തതും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന കാര്യം മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. മറക്കരുത്. അങ്ങനെ നമുക്കാവശ്യമുള്ള സാധന സാമഗ്രികളും എടുത്ത് യാത്ര തുടങ്ങി. പോരട്ടെ, ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം പോരട്ടെ. അങ്ങനെ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക ഇങ്ങനെ എത്താറായപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ പറഞ്ഞതിനേക്കാൾ സുന്ദരിയായി ഒരുക്കി മീനിനെയൊക്കെ കൊണ്ട് വച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇനി ഞങ്ങൾ വേഗം ഒന്ന് കഴിച്ചിട്ട് വരാം. വിഴിഞ്ഞത്ത് പല പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിലും എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഫർസാൻ. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യണേ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. ഈ ഫുഡ് കഴിച്ചിട്ട് വേണം എവിടെ നിന്നാണോ നമ്മൾ വന്നത് അങ്ങോട്ടോട്ട് തിരിച്ചു പോകാൻ. ഈ കാർ എടുത്തത് എന്തുകൊണ്ടും നന്നായി. ലോങ് ഡ്രൈവും ഫുഡ് അടിയും. ആഹാ, എന്താ ഒരു മാച്ച്! വെറുതെ പറയുന്നതല്ല, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ പ്ലേറ്റൊക്കെ കാലിയാകുന്നത് അങ്ങ് അറിയുന്നതേയില്ല. ഞങ്ങൾ ബില്ല് കൊടുത്തു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ട്വിൻ ബേബീസിനെ ഇവരങ്ങ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ലോങ് ഡ്രൈവിൽ നമുക്ക് കാണാം. ടാറ്റാ.